ഗുഡ് മോർണിംഗ്. ഇന്നൊരു ചിക്കൻ ബിരിയാണി ആയാലോ? ഇതെൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്. ഞങ്ങൾക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ചിക്കൻ ബിരിയാണി. ഈ ബിരിയാണിക്ക് 4 ഘട്ടങ്ങളാണുള്ളത്. ആദ്യത്തേതിൽ നമ്മൾ സവോള നീളത്തിലരിഞ്ഞതും ക്യാരറ്റ് നീളത്തിലരിഞ്ഞതും ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. സവോള ഒരുമാതിരിപ്പെട്ട എല്ലാ ബിരിയാണിയിലും നമ്മൾ വറുത്തെടുക്കാറുണ്ട്. ഇതിൻ്റെ പ്രത്യേകത നമ്മൾ ക്യാരറ്റും അതുപോലെ തന്നെ നീളത്തിൽ അരിഞ്ഞെടുക്കും. അധികം എണ്ണയൊന്നും ഇല്ലാതെ ബിരിയാണി ഉണ്ടാക്കുന്ന ആ പാത്രത്തിൽ തന്നെയാണ് നമ്മളിത് വറുത്തെടുക്കുന്നത്. ആ കൂട്ടത്തിൽ തന്നെ കുറച്ച് കാഷ്യൂം റേസിൻസും കൂടെ നമ്മൾ വറുത്തെടുക്കും. അങ്ങനെ വറക്കൽ പരിപാടി ഇതോടുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ അവസാനിക്കും. കാഷ്യൂ റേസിൻസൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉള്ളതുപോലെ എടുക്കുക. ഞാൻ ബ്ലാക്ക് റേസിൻ എല്ലാവരും ഉപയോഗിക്കാറില്ല, പക്ഷേ എനിക്കെന്തോ ഇഷ്ടമാണ് ബിരിയാണിയിൽ. അപ്പോൾ ക്യാരറ്റ്, സവോള, റേസിൻസ്, കാഷ്യൂ. ഇനി ബിരിയാണിയിലേക്കുള്ള ചിക്കൻ്റെ പ്രിപ്പറേഷനാണ്. ഒരു 4-5 സവോള, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. അളവ് കൃത്യമായിട്ട് അറിയാനായിട്ട് ഞാനൊരു ടേബിൾ സ്പൂണിൽ അളന്നെടുക്കുകയാണ് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ. അതൊന്ന് നന്നായിട്ട് അരഞ്ഞ് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ഇടണം. മല്ലിയിലയോടൊപ്പം ഉണ്ടെങ്കിൽ കുറച്ച് പുതിനയിലയും കൂടി ഇടാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇനിയൊരു വലിയ പാത്രത്തിൽ 1 സ്പൂൺ എണ്ണ അല്ലെങ്കിൽ നെയ്യ് ഒന്ന് ചൂടാക്കണം. അതൊന്ന് ചൂടാകുമ്പോഴേക്കും കുറച്ച് പെരിഞ്ജീരകം, ഏലക്ക, പട്ട, ഗ്രാമ്പു അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ അരച്ചു വെച്ച സവോള മല്ലിയില മിശ്രിതം ഇതിലേക്ക് ചേർക്കുക. ഇതൊന്ന് 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി എടുക്കണം. അതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറുന്ന സമയം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അധിക സമയം വേണ്ട, ഒരു 2-3 മിനിറ്റ് കൊണ്ട് അത് റെഡിയാവും. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയും അല്ലാത്ത മുളക് പൊടി മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. പിന്നെ ഗരം മസാല. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോഴേക്കും അത് നന്നായിട്ടൊന്ന് മിക്സ് ആവും. ആ പച്ച കളർ മാറി ആ ഗ്രേവി ഇപ്പോൾ നല്ല റെഡ് കളറാവും. ഗ്രേവി നല്ല ഡ്രൈ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് തിളച്ച വെള്ളം ചേർക്കുക. ഇല്ല, നിങ്ങൾ അരച്ച് ഒഴിച്ചപ്പോൾ വെള്ളം കൂടുതലാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഉപ്പും ചേർക്കുക ഈ സമയത്ത്. അതിനുശേഷം ചിക്കനും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഉപ്പും മസാലയെല്ലാം ആ ചിക്കനിലെല്ലായിടത്തും എത്തണം. ഈ ബിരിയാണിയിൽ നമ്മൾ ചിക്കൻ വറക്കുന്നില്ല. ഈ ഒരു പ്രോസസ്സ് മാത്രമാണ് ചിക്കന് ഉള്ളത്. അതിനെ ഒന്ന് അടച്ച് വേവിക്കുക. അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 40 മിനിറ്റിനുള്ളിൽ ചിക്കൻ റെഡിയാവും. ചിക്കൻ വേകാൻ വെക്കുന്ന സമയത്താണ് നമ്മുടെ 3ാമത്തെ ഘട്ടം. അതിൽ നമ്മൾ ചോറ് റെഡിയാക്കി എടുക്കുകയാണ്. അതിലും 1 സ്പൂൺ നെയ്യുടെ ആവശ്യമേ ഉള്ളൂ. എണ്ണ അല്ലെങ്കിൽ നെയ്യ് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഗ്രാമ്പൂ, പട്ട, ഏലക്ക, കുരുമുളക് ഇതൊന്ന് ചേർത്ത് അതൊന്ന് ചൂടാക്കി എടുക്കണം. അതൊന്ന് പൊട്ടും, നിങ്ങൾക്കത് കാണുമ്പോഴറിയാം, നല്ല മണവും വരും. അതുവരെ അതൊന്ന് ചൂടാക്കിയെടുക്കുക. എണ്ണ കുറവാണെന്ന് വെച്ചിട്ട് അത് കരിഞ്ഞു പോവോ അങ്ങനെയൊന്നും വരത്തില്ല. ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ സവോളയും ക്യാരറ്റും വറുത്ത അതേ പാത്രത്തിൽ തന്നെയാണ് ഈ ചോറുണ്ടാക്കുന്നത്. ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ബിരിയാണി അരി നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. ഇത് 6 കപ്പ് ബിരിയാണി അരിയുണ്ട്. അതൊന്ന് 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് കഴുകി അത് വെള്ളം വാർന്നെടുത്തതാണ്. എന്നിട്ട് ഇതിലേക്കിട്ട് അത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആവുന്നവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കും. ഇതിലേക്ക് തിളച്ച വെള്ളം, 1 കപ്പ് ബിരിയാണി അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് കണക്ക്. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതും ചേർത്ത് 1 കപ്പ് ബിരിയാണി അരിക്ക് 1 ടീസ്പൂൺ ഉപ്പ്, അതാണ് കണക്ക്. അപ്പോൾ 6 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമ്മളത് അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ കയ്യിലിപ്പോൾ കുറച്ച് കുങ്കുമപ്പൂ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം ഞാനത് കുറച്ച് ഈ സമയത്ത് അതിലേക്ക് ഇടുന്നുണ്ട്. ഇനി ഇതെല്ലാം ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് അടച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ അത് നമുക്ക് തുറന്ന് നോക്കണം. അധികം സമയം വേവുള്ളതല്ല ഈ അരിയൊന്നും. തുറന്നിട്ട് അതൊന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കുക. അടിയിലുള്ള വെന്ത അരി മുകളിലാക്കി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. ഈ ചോറുണ്ടാക്കിയ ഈ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ദം ചെയ്യുന്നത്. അതുകൊണ്ട് അരി വെന്ത് കഴിയുമ്പോൾ ആ ചോറൊന്ന് വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. താഴത്തെ ലെയർ ചോറ് തന്നെ ആയതുകൊണ്ട് ആ ഒരു
ഭാഗം ചോറ് അതിൽ വെക്കാം. ബാക്കി നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് ചിക്കൻ റെഡിയാണ്. പിന്നെ നമ്മുടെ സവോള, ക്യാരറ്റ് ഇതെല്ലാം വറുത്തതും റെഡിയാണ്. അപ്പോൾ ഇനി 4ാമത്തെ ഭാഗം ദമ്മിടൽ. താഴത്തെ ലെയറിന് മുകളിൽ ചിക്കൻ ഇട്ട്, പിന്നെ അതിന് മുകളിൽ കുറച്ച് ചോറും ഇട്ട്, അതിന് മുകളിൽ സവോള, ക്യാരറ്റ്, കാഷ്യൂ, കിസ്മിസ് ഇതെല്ലാം വറുത്തത് നമ്മൾ ചേർക്കുന്നു. കൂട്ടത്തിൽ കുറച്ച് കൊറിയാൻഡർ ലീവ്സ് ചോപ്പ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. മിൻറ്റ് ലീവ്സ് ഉണ്ടെങ്കിൽ അതും ഈ കൂട്ടത്തിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. എനിക്കത് കിട്ടുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട് മിൻറ്റ് ലീവ്സ് ഞാനിപ്പോൾ ഇതിൽ ഇട്ടിട്ടില്ല. ആദ്യത്തെ ലെയർ ചോറ്, പിന്നെ ചിക്കൻ, പിന്നെ ഒരു ചെറിയ ലെയർ ചോറ്, അത് കഴിഞ്ഞിട്ട് ഈ വറുത്ത് വെച്ച നമ്മുടെ സവോള, ക്യാരറ്റ്, കിസ്മിസ്, പിന്നെ കൊറിയാൻഡർ ലീവ്സ്. അതിന് മുകളിൽ വീണ്ടും നമ്മളൊരു ലെയർ ചോറിടും. ആ ചോറൊന്ന് നന്നായിട്ട് ലെയർ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത ലെയർ വീണ്ടും ചിക്കനാണ് ചെയ്യുന്നത്. ചോറും ചിക്കനും എല്ലാം വെന്തത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ അടച്ചു വെച്ച് ഇതിൽ വീണ്ടും കുറച്ചുകൂടെ വേവണം എന്നുള്ളൊരു ആവശ്യം നമുക്കില്ല. നമ്മളിത് ലെയർ ചെയ്ത് അതിൻ്റെ എല്ലാം എസൻസ് എല്ലാം ഒന്ന് മിക്സായി അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരിക എന്നുള്ളതാണ് ഈ ദമ്മിടലിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നല്ല പീസുകളെല്ലാം മുകളിലത്തെ ലെയറിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്, ലെഗ് പീസുകളൊക്കെ. അത് കഴിയുമ്പോൾ ചോറിൻ്റെ ലാസ്റ്റ് ലെയർ വരുന്നത്. ഈ ഒരു ലെയറിൽ നമ്മളെ കയ്യിലുള്ള ചോറൊക്കെ നമുക്ക് ഇട്ട് തീർക്കാം. അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും സവോള, ക്യാരറ്റ്, കിസ്മിസ് ഫ്രൈ ചെയ്ത് വെച്ചതും കൊറിയാൻഡർ ലീവ്സും വെച്ച് നമ്മളൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ബിരിയാണിയുടെ പ്രത്യേകത അധികം എണ്ണ നമ്മൾ ഉപയോഗിക്കുന്നില്ല. പിന്നെ കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ സാധാരണ ഒരു ബിരിയാണി കഴിച്ചു കഴിഞ്ഞുള്ള ഒരു ഹെവിനെസ് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഈ ബിരിയാണി ഒരിക്കലൊരു ഗസ്റ്റിന് ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഒരു ഓഫീസറും ഫാമിലി ആയിരുന്നു. അവരാണ് ആദ്യമായിട്ട് എന്നോട് പറഞ്ഞത്, മാം യു ഷുഡ് സ്റ്റാർട്ട് എ യൂട്യൂബ് ചാനൽ. അത്രയ്ക്ക് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു രുചിയാണ് ഈ ബിരിയാണിക്ക്. ഫുൾ ക്രെഡിറ്റ് എൻ്റെ അമ്മയ്ക്കാണ്. ഇത് ഞങ്ങൾ ചെറുപ്പം മുതലേ കഴിച്ചു വളർന്ന ഒരു ബിരിയാണിയാണ്. അമ്മ ഈ ഒരു ബിരിയാണിയാണ് വീട്ടിലും ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഞായറാഴ്ചകളിൽ ഉണ്ടാക്കുന്ന ബിരിയാണി. അപ്പോൾ ലെയറുകളെല്ലാം സെറ്റായി കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ ഒരു ചെറിയ പീസ് ബട്ടർ വെക്കുന്നുണ്ട്. ദമ്മിട്ട് കഴിയുമ്പോൾ നമ്മളത് തുറന്ന് കഴിയുമ്പോൾ ഇത് ഫുൾ മെൽറ്റായിട്ടുണ്ടെങ്കിൽ സംഭവം റെഡിയായി എന്ന് ഞാൻ മനസ്സിലാകാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണത്. അത് ഓപ്ഷണലാണ്, നിങ്ങളത് ചെയ്യണമെന്നില്ല. ഇനി അത് നന്നായിട്ട് അടച്ച് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെയിറ്റുള്ള എന്തെങ്കിലും വെക്കുക. അങ്ങനെ മാവൊന്നും ഇട്ട് അടയ്ക്കേണ്ട ആവശ്യമില്ല. ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ്. അത് കഴിഞ്ഞ് അതെല്ലാം മാറ്റി നമുക്കിത് തുറന്നെടുക്കുമ്പോഴേക്കും നമ്മുടെ ബിരിയാണി റെഡിയാവും. അതിൻ്റെ കൂടെ കഴിക്കാനുള്ള ഒരു സാലഡും കൂടെ റെഡിയാക്കണമല്ലോ. കുറച്ച് സവോളയും കുക്കുംബറും തക്കാളിയും, എരി കുഴപ്പമില്ലെങ്കിൽ പച്ചമുളകും നിങ്ങൾക്കിടാം അരിഞ്ഞത്, തൈരും ചേർത്ത് ഉപ്പും ചേർത്ത് ഇളക്കുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനുള്ള സാലഡും റെഡിയാവും. ഈ ഒരു സാലഡും പിന്നെ ഒരു അച്ചാറും, ഇത് രണ്ടും കൂടെ ആയാൽ ബിരിയാണി സെർവ് ചെയ്യാൻ റെഡിയാണ്. ദമ്മിട്ട ബിരിയാണി തുറക്കുമ്പോൾ ഉള്ളൊരു മണമുണ്ട്, നല്ലൊരു മണം. അത് കാണുമ്പോഴുള്ള ഭംഗിയെ കഴിഞ്ഞും അതിൻ്റെ മണമാണ് കൂടുതൽ ക്യാപ്റ്റിവേറ്റിംഗ്. അല്ലെങ്കിലും ഒരു ഭക്ഷണം നമ്മൾ ഇഷ്ടപ്പെടുന്നത് കാഴ്ചയ്ക്കുള്ള ഭംഗിയെ കഴിഞ്ഞും അതിൻ്റെ മണമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ഒരു ഓർഡിനറി വീക്കെൻഡായിരുന്നു. പക്ഷേ ഒരു ബിരിയാണി ഉണ്ടാക്കിയതോടെ അതൊരു എക്സ്ട്രാ ഓർഡിനറി വീക്കെൻഡായി. അതങ്ങനെയാണല്ലേ, ചെറിയ ചില കാര്യങ്ങളാണ് നമ്മുടെ ദിവസങ്ങൾ സ്പെഷ്യലാക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി ഈ മാസ്റ്റർ പീസ് എനിക്ക് പഠിപ്പിച്ചു തന്ന എൻ്റെ അമ്മയോട് താങ്ക്സ് പറഞ്ഞുകൊണ്ട്, വിത്ത് ലവ്, മീതു മധുരാജ്.